ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അനഘയ്ക്ക് വേണ്ടിയിരുന്ന മറ്റേ ഇതിന്റെ കോഡല്ലേ എന്നോടാ? എക്സ്പാത്തിന്റെ ആക്സസ് മെത്തേഡ്സിന്റെ കോഡല്ലേ എന്റെ കോഡ് വെച്ചാൽ അതെ, ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചാൽ മതിയടാ. ഓക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഓക്കെ മനസ്സിലാക്കി വെക്കുക. സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം വരെ എടുത്ത ലൊക്കേറ്റേഴ്സ് വരെയുള്ള ടോപ്പിക്സ് ഡൗട്ട്സ് ഉണ്ടോ? എസ്പെഷ്യലി ലൊക്കേറ്റേഴ്സ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അഖിലേന്ദു, കൃഷ്ണകുമാർ, അലീന, അനഘ, ഡൗട്ട്സ് ഉണ്ടോടാ? മാം ഇന്നലെ വേരിയേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു. വേരിയേഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യൂ. ഷെയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ ഈ അഡ്വാൻസ്ഡും ഒന്ന് പറയാമോ? അഡ്വാൻസ്ഡ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല, അതിനോണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടത്. ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ. അതായത് നമ്മൾക്ക് ഈ എക്സ്പാത്ത് ഇല്ലേടാ, ഈ എക്സ്പാത്ത് വെച്ചിട്ട് നമ്മൾ ഇത് എക്സ്പാത്ത് വരെയുള്ള എല്ലാ മെത്തേഡ്സും ട്രൈ ഔട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, 1 എന്ന റിസൾട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ യൂണീക്ക് ആയിട്ട് ഒരു എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാത്ത് ആക്സസ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ ഒന്ന് അഡോപ്റ്റ് ചെയ്യാം. എക്സ്പാത്ത് ആക്സസ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ, ഞാനിപ്പോ എനിക്ക് ഇപ്പോ അനഘ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റിനെ, അനഘ എന്ന് പറഞ്ഞ സ്റ്റുഡന്റിനെ എന്റെ ലീഡ്സിന് ഡയറക്റ്റ്ലി അറിയത്തില്ല. പകരം അനഘ എന്റെ ലീഡ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയാണ്, നിരഞ്ജന എന്ന് പറഞ്ഞ ട്രെയിനറിന്റെ 8 PM ബാച്ചിലുള്ള സ്റ്റുഡന്റ് ആണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അനഘയെ പരിചയപ്പെടുത്തുമ്പോൾ അനഘയ്ക്ക് അവിടെ ഐഡന്റിറ്റി ഉണ്ടായി അല്ലേ? സോ അതേപോലെ ഇതേ സെയിം കൺസെപ്റ്റ് മൈൻഡിൽ വെക്കുക. അതായത് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന ഒരാളെ റെഫറൻസ് വെച്ചുകൊണ്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ആളുടെ അടുത്തേക്ക് എത്തുന്നു. മനസ്സിലായോ? യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന ഒരാളുണ്ട്, അയാളുടെ അടുത്തോ അല്ലെങ്കിൽ അയാളുടെ പാരന്റോ ചൈൽഡോ ഗ്രാൻഡ് പാരന്റോ ഗ്രാൻഡ് ചൈൽഡോ എന്തോ ഒരു റിലേഷനിലുള്ള ടാഗിലേക്കാണ് എനിക്ക് എത്തിപ്പെടേണ്ടത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന ആരെയാണോ അവരെ പോയിന്റ് ഔട്ട് ചെയ്ത ശേഷം എനിക്ക് പറയാം, പാരന്റ് ഇതിന്റെ പാരന്റ് ആണ്, ഇതിന്റെ പാരന്റിനെയാണ് എനിക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ ചൈൽഡിനെയാണ് എനിക്ക് ആവശ്യമുള്ളത്, ഇതിന്റെ ഗ്രാൻഡ് പാരന്റിനെയാണ് എനിക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ ഗ്രാൻഡ് ചൈൽഡിനെയാണ് എനിക്ക് ആവശ്യമുള്ളത് എന്നിങ്ങനെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചതുള്ള ആദ്യത്തെ 4 എണ്ണം. പാരന്റ്, ചൈൽഡ്, ഗ്രാൻഡ് പാരന്റ്, ഗ്രാൻഡ് ചൈൽഡ്, 4 റിലേഷൻസ്. ഓക്കെ, പാരന്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതാണ് നമ്മൾക്ക് സിന്റാക്സ് വരുന്നത്. ഈ സിന്റാക്സിൽ എങ്ങനെയാടാ വരുന്നത്, പാരന്റ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഇല്ലേ? എനിക്ക് എത്തിപ്പെടേണ്ടത് div class equals card എന്ന് പറഞ്ഞ ടാഗിലേക്കാണ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലൊക്കേറ്റർ ഉണ്ട്, നിങ്ങൾക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ അതിനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ടാഗിന്റെ പാരന്റിലേക്കാണ് എനിക്ക് എത്തിപ്പെടേണ്ടത്.
മനസ്സിലായടാ? ഈ ടെക്സ്റ്റ് ഫംഗ്ഷനും കണ്ടെയ്ൻസും ഒക്കെ എന്താ വരുന്നത്? അത് പല എക്സ്പാത്തിന് തന്നെ ചില വേരിയേഷൻസ് ആണ്. ഇപ്പൊ കണ്ടെയ്ൻസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ നമ്മൾക്ക് ഞാൻ ഡോം എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ആട്രിബ്യൂട്ട്, വാല്യൂ, ടാഗ് നെയിം കൂടാതെ ഒരു ടേമും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അല്ലേ? അപ്പോൾ എനിക്കിപ്പോ ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ടാഗിന്റെ ടെക്സ്റ്റിനെ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ടെക്സ്റ്റിനെ വെച്ചുകൊണ്ട് എനിക്കത് എനിക്ക് ഒരു എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യണം എന്ന് വിചാരിക്കുക. ഇത് പല വേരിയേഷൻസിൽ എഴുതാം. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ടെക്സ്റ്റ് ഫംഗ്ഷൻ ഈക്വൽസ് എന്ന് പറഞ്ഞ് എഴുതാം. പക്ഷേ ആ ടെക്സ്റ്റിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ ഒരു സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ഫംഗ്ഷൻ ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ എനിക്ക് റിസൾട്ട് കിട്ടത്തില്ല. മനസ്സിലായോ? ഓക്കെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെയ്ൻസ് ടെക്സ്റ്റ് എന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെ പല രീതിയിൽ യൂസ് ചെയ്യാം. ഞാൻ ഇതിന്റെ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന 2-3 വേരിയേഷൻസ് തന്നു എന്ന് മാത്രം. ഓക്കെ. മനസ്സിലായോ? സോ ഇതുപോലെ പാരന്റ്, ചൈൽഡും നമുക്ക് ഇതുപോലെ തന്നെ കൊടുക്കാൻ പറ്റും എക്സ്പാത്ത് ആക്സസ് മെത്തേഡ്സിൽ. ഇത് രണ്ടും ക്ലിയർ ആണോ? പാരന്റും ചൈൽഡും. പാരന്റ് ചൈൽഡ് ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഏതായിരുന്നു? ആൻസെസ്റ്ററും ഡിസെൻഡന്റും അല്ലേ? അതെ. ആൻസെസ്റ്ററും ഡിസെൻഡന്റും എന്ന് വെച്ചാൽ ഗ്രാൻഡ് ചൈൽഡ്, ഗ്രാൻഡ് പാരന്റ് റിലേഷൻ. ആൻസെസ്റ്റർ എന്ന് വെച്ചാൽ ഗ്രാൻഡ് പാരന്റ്, ഡിസെൻഡന്റ് എന്ന് വെച്ചാൽ ഗ്രാൻഡ് ചൈൽഡ്. ഓക്കെ. ഇനി ബാക്കി രണ്ട് ഫോളോയിങ്ങും പ്രിസീഡിങ്ങും, അതായത് നൈബേഴ്സ് എന്ന് കൺസിഡർ ചെയ്യാം നമുക്കതിനെ. ഓക്കെ, നമുക്ക് അതിനെ വേണമെങ്കിൽ നൈബേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് എന്താ പറയാ, എന്റെ വീടിന്റെ ഫ്രണ്ടിലേക്ക്, എന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരാള് അല്ലെങ്കിൽ എന്റെ വീടിന്റെ ബാക്കിലുള്ള ഒരാളെന്ന് കാൽക്കുലേറ്റ് ചെയ്യത്തില്ലേ? അതുപോലെയാണ് പ്രിസീഡിങ്ങും അതുപോലെ തന്നെ ഫോളോയിങ്ങും. ഓക്കെ. ഓക്കെ, അധികം ചോദിച്ചു കാണാറില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഓക്കെ. ഓക്കെ. ക്ലിയർ അല്ലേടാ അപ്പൊ ഞാൻ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യൂ, ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തേ. വായിച്ചാൽ കേട്ടോ. ഓക്കെ, ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തേടാ. പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തോ, പേര് കൊടുക്കുക. വെബ് എലമെന്റ് കമാൻഡ്സ്. അതായത് നിങ്ങളിപ്പോ ലൊക്കേറ്റേഴ്സിൽ പഠിച്ചത് എന്താണ്? എങ്ങനെ ഒരു എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് അല്ലേ?
സോ നമ്മൾക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ എലമെന്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം അല്ലേ? സോ ആ ഇന്ററാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ്സിനെയാണ് നമ്മൾ വെബ് എലമെന്റ് കമാൻഡ്സ് എന്ന് വിളിക്കുന്നത്. സോ മെയിൻലി നമ്മൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ആയിരിക്കും വരുന്നത്? ഫസ്റ്റ് ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഡാറ്റ എൻ്റർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബട്ടണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് എലമെന്റിനെയോ ക്ലിക്ക് ചെയ്യുന്നതാവാം. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെബ് എലമെന്റ് കമാൻഡ്സ് ഉണ്ട്. ഓരോന്നായിട്ട് നോക്കാം. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തേടാ. ബേസിക് സെലീനിയത്തിന് എക്സ്പാൻഡ് ചെയ്യൂ കേട്ടോ. ഓക്കെ, എൻ്റർ അടിച്ചു. ഇനി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ, വെരിഫൈ കമാൻഡ്സ്. ഒരു URL തരാം, ആ URLിലേക്ക് നാവിഗേറ്റ് ചെയ്യാം കേട്ടോ. അതെന്ത് കേക്കണം, ഞാൻ ആ സിങ്കിന്റെ അവിടെ പൈപ്പ് ഇല്ലേ പ്രശ്നമൊക്കെ കഴുകുമ്പോ ഇത് വന്ന് ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഒറ്റ ചാട്ടന്റെ പുറത്തേക്ക് ഞാൻ പേടിച്ചു പോയി. കിടന്നു തിന്നാൻ മടി. ഓക്കെ, ഇനി ആ URL ഒന്ന് ഓപ്പൺ ചെയ്തേടാ. ഇതിൽ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് ഇല്ലേ, അതിനെ ഇൻസ്പെക്ട് ചെയ്യാം, ഒരു ലൊക്കേറ്റർ എഴുതാം കേട്ടോ. കേട്ടോ. രാവിലെ ഒരു 8 ചെമ്പിളാണ്
കളഞ്ഞ തിന്നില്ലാരും. അതിലെന്തോ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തേടാ അതിനെ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റിന് XY എന്ന് കൊടുക്കരുത് കേട്ടോ ഇനി മെസ്സേജ് ബോക്സ് എന്നോ ഇൻപുട്ട് ബോക്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും നെയിംസ് കൊടുക്കണം ഇനി മുതൽ സ്മോൾ ലെറ്ററിൽ കൊടുക്കണം. ഓക്കെ, എല്ലാവരും ഇവിടെ വരെ എത്തിയാ പറയാട്ടോ. എല്ലാവരും ഇവിടെ വരെ എത്തിയായിരുന്നോടാ? അനഘ, കൃഷ്ണകുമാർ, അലീന എത്തിയായിരുന്നോ? യെസ്. കൃഷ്ണകുമാർ എത്തിയോടാ? അലീന എത്തി? എത്തിയോ? ഓക്കെ, ഏത് വേരിയബിളിലേക്കാണോ അസൈൻ ചെയ്തിട്ടുള്ളത് വേരിയബിൾ ഡോട്ട് പഗ്ലേന്ദുവിന്റെ കേസിലാണെങ്കിൽ മെസ്സേജ് ബോക്സ്. നിങ്ങൾ ഓരോരുത്തരും എന്താണോ ആ ലൊക്കേറ്റിന് വേരിയബിൾ അസൈൻ ചെയ്തിട്ടുള്ളത് ആ വേരിയബിൾ നെയിം ഡോട്ട് സെൻഡ് അണ്ടർസ്കോർ കീസ്. ഡബിൾ കോട്ട്സിന്റെ അകത്ത് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുത്ത് നോക്കിക്കേടാ. ഓക്കെ, ഇങ്ങനെ ഒന്ന് ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുക്കുക. ടൈമിനെ ഇമ്പോർട്ട് ചെയ്യടാ. ഫസ്റ്റ് വൺ. യെസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഓക്കെ, ഇനി ഈ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യടാ. വെരിഫൈ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് ആരെ വിളിക്കണം? ഇനീഷ്യലൈസ് ബ്രൗസറിനെ വിളിക്കണം. എന്തുകൊണ്ടാണ് ആദ്യം നമ്മൾ ഇനീഷ്യലൈസ് ബ്രൗസറിനെ വിളിക്കണം എന്ന് പറയുന്നത്?
ബേസിക്സിലിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. യെസ്, ബേസിക്സിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട്. ആൻഡ് ഇനീഷ്യലൈസ് ബ്രൗസർ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. യെസ്, ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന കോഡെല്ലാം നമ്മൾ എഴുതിയിട്ടുള്ളത് ഇനീഷ്യലൈസ് ബ്രൗസറിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. മാം, ഇപ്പൊ നമ്മൾ ഓരോ ക്ലാസ്സിൽ ഓരോ ഫയൽ ക്രിയേറ്റ് ചെയ്ത് പഴയ നമ്മുടെ ഫോൾഡർ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇത് എല്ലാം കൂടെ ഒറ്റ ഒരു ഫോൾഡറിൽ അത് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ലേ? അതായത് ഒരു ഫയലിൽ തന്നെ എല്ലാം കൂടെ എഴുതാൻ പറ്റത്തില്ലെന്നാണോടാ? അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ലെങ്തി കോഡായി പോവില്ലേ? പിന്നെ നിങ്ങൾക്ക് പിന്നെ റെഫർ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? അല്ല, ഇപ്പൊ നമ്മുടെ ക്ലാസിന്റെ പർപ്പസിന് അങ്ങനെ. അല്ലാതെ എഴുതുമ്പോൾ നമ്മൾ ഒറ്റൊരു അല്ലാതെ എഴുതുമ്പോൾ നമുക്ക് ഒരുമിച്ച് എഴുതാൻ പ്രശ്നമൊന്നുമില്ല. ഇനീഷ്യലൈസ് ബ്രൗസറിനെ വിളിച്ചോളൂ, എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അവിടെ ഡാറ്റ എൻ്റർ ആയത് കണ്ടോ? വെൽക്കം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എന്ത് ടെക്സ്റ്റ് ആണോ send_keysൽ കൊടുത്തത്, സോറി മ്യൂട്ടിലായിരുന്നേ, send_keysൽ എന്ത് വാല്യൂ ആണോ നിങ്ങൾ കൊടുത്തത്, ആ വാല്യൂ നമുക്ക് അവിടെ ഡിസ്പ്ലേ ആയി കിട്ടിയോ? റീഡ് ആയി കിട്ടിയോ? കിട്ടി. ക്ലിയർ അല്ലേടാ പറഞ്ഞത്? അതെ. ഓക്കെ. ഇനി അതിൽ നമുക്കൊരു ബട്ടൺ ഇല്ലേ? അതെ, URL-ലേക്ക് പോയിക്കേടാ. ആ URL ഷോ മെസ്സേജ് എന്നിട്ടൊരു ബട്ടൺ ഉണ്ട്. അതിനൊന്ന് ലൊക്കേറ്റർ എഴുതിക്കേടാ. പിന്നെ അങ്ങനെ കിടന്ന് തിന്നാനാണ് ഞങ്ങളുടെ ശീലമാണത്. എന്തൊക്കെ ശീലങ്ങളാണ് എനിക്ക് കിടന്ന് തിന്നല്. കണ്ടുപോ പോയി കിടക്കും നല്ല $1 കിട്ടിയായിരുന്നോടാ അതിന്? നോക്കിക്കേ. ഡയറക്റ്റ് ബൈ ID = ID ഇട്ടാ പോരെ? by.id കൊടുത്താൽ മതി, പ്രശ്നമില്ല. ഞാനിവിടെ എക്സ്പാത്തിന്റെ പാർഷ്യൽ ഫോർമാറ്റ് എഴുതി കണ്ടുകൊണ്ട് ചോദിച്ചതാ. അല്ല, അത് എഴുതാ വിചാരിച്ചു, പിന്നെ ഡയറക്റ്റ് ID കൊടുക്കുക. അത് by.id കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. സെൻഡ് കീസ് കഴിഞ്ഞിട്ട് എടുത്തോളൂ കേട്ടോ. അത് ഇനി സെൻഡ് കീസ് കഴിഞ്ഞിട്ട് കേഴ്സർ കൊണ്ടുവന്ന് വെക്കുക. യെസ്, ഇതുവരെ എല്ലാവരും എത്തിയായിരുന്നോ? കൃഷ്ണകുമാർ, അനഘ എല്ലാവരും എത്തിയായിരുന്നോടാ അതുവരെ?
എത്തി. ഓക്കെ. അപ്പൊ കൊടുത്തോളൂ. നിങ്ങൾ കൊടുത്ത എലമെന്റിന്റെ പേര് ഡോട്ട് ക്ലിക്ക്. ഓക്കെ. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ ഇനി. അരുമൽ പറയൂ. പറയൂ. മനസ്സിലായി. പറഞ്ഞോളൂ. ആക്സസിബിൾ അല്ലേ? ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ. ഏതാ മെയിലിൽ കാണുന്നില്ല എന്നാണോടാ? ആപ്പിൽ കാണുന്നില്ല. ഏത് ഞാൻ ഇന്നൊരെണ്ണം അപ്ലോഡ് ചെയ്തിരുന്നു. ഞാനൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ സെഷനിലാണ്. ഞാൻ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ രണ്ടിലെ ലിങ്ക് ആരോമലിന് അയച്ചു തരാം. ഓക്കെ. അതെ, ഇന്നത്തെ ലിങ്ക് അയച്ചു തരാം. ആക്സസിബിൾ ആണോ എന്ന് നോക്കൂ കേട്ടോ. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ, എനിക്ക് ഈ നമ്പറിൽ നിന്ന് ഒന്ന് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്തിരുന്നേ. ഓക്കെ. ഓക്കെ. എക്സിക്യൂട്ട് ചെയ്തായിരുന്നോടാ? പെട്ടെന്ന് ക്ലോസ് ആയി. ടൈം ഡോട്ട് സ്ലീപ്പ് 5 കൊടുത്തിട്ടില്ലേ? അത് 10 ആക്കി കൊടുത്തോ. കണ്ടോ? ഷോ മെസ്സേജ് ബട്ടൺ ക്ലിക്ക് ആയ പോലെ നിൽക്കുന്നുണ്ടോ? ഒന്ന് ഹൈലൈറ്റ് ആയി നിൽക്കുന്നുണ്ടോ? ഓക്കെ. ഇത്രയും ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ ഇത്രയും പോയിന്റ്സിൽ ഡൗട്ട് ഉണ്ടോ? ക്ലിക്ക്, സെൻഡ് കേസ്, രണ്ടെണ്ണം ഡൗട്ട് ഉണ്ടോടാ? ഇല്ല. ഓക്കെ, ഫൈൻ. ഇനി നിങ്ങൾ ഇനി ഒരു വട്ടം കൂടെ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതിൽ യുവർ മെസ്സേജ് കോളൻ എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലടാ? അതിന്റെ ലൊക്കേറ്റർ ഒന്ന് എഴുതാമോ നീ? നമ്മൾ എഴുതി വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകുന്ന ഫേസ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നിങ്ങൾ നോർമലി ചിലർ ചെയ്യാറുള്ള എന്താ വെച്ചാൽ ആ ടാഗിനെ എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെക്കും, നോട്ട് പാഡിൽ എവിടെയെങ്കിലും. എന്നിട്ട് അവിടെ ആ നോട്ട് പാഡിൽ തന്നെ എക്സ്പാത്ത് എഴുതിയതിന്റെ ശേഷം ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് നോക്കുന്നവരുണ്ട്. അത് ചിലർ അങ്ങനെ ഒരു ട്രിക്ക് ചിലർ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ടാഗ് നെയിം എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് ജസ്റ്റ് നമ്മൾ മൈൻഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് എഴുതുക. ഈക്വൽസ് അല്ലേടാ കൊടുത്തേ? ഗുഡ് ഗേൾ. ഓക്കെ, ലൊക്കേറ്റർ എഴുതിക്കോളൂ കേട്ടോ.
ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം ലൊക്കേറ്റർ എഴുതിയിട്ട്. അപ്പോൾ മൂട്ട കിട്ടില്ല അമ്മേ. എന്താ അപ്പൊ എല്ലാവർക്കും ഇത് കിട്ടിയായിരുന്നോടാ? എല്ലാവരും ലൊക്കേറ്റർ എഴുതിയായിരുന്നോ? കൃഷ്ണകുമാർ, അനഘ, അലീന എഴുതി കഴിഞ്ഞാൽ പറയാട്ടോ. അനഘ, കൃഷ്ണകുമാർ കഴിഞ്ഞായിരുന്നോടാ? അതുപോലെ അലീന. മാം ഒരു മിനിറ്റ് എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ, ശരി ശരി. ഇവിടെ എന്താ തൊലി ഇരിക്കുന്നേ? പറ്റടാ അലീനക്ക് എഴുതാൻ പറ്റുന്നുണ്ടോടാ? എഴുതി. കൃഷ്ണകുമാറോ? നീ ഇഷ്യൂസ് ഉണ്ടോ എഴുതുന്നേരെ? ഇല്ല. ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെടാ. ഓക്കെ. ഇനി നമ്മളുടെ ബട്ടൺ ഡോട്ട് ക്ലിക്ക് കഴിഞ്ഞ് താഴെ ടൈപ്പ് ചെയ്തോളൂ. പ്രിന്റ്. ഇപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ ഡോട്ട് ടെക്സ്റ്റ്. ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ഇവിടെ കൺസോളിൽ എന്താ കിട്ടിയത്? ഇപ്പോ യുവർ മെസ്സേജ് കോളൻ വെൽക്കം അല്ലേ? അതായത് ഏതെങ്കിലും എലമെന്റിന്റെ ടെക്സ്റ്റിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസോളിലേക്ക് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. മനസ്സിലായടാ?
മനസ്സിലായോടാ? ഡോട്ട് ടെക്സ്റ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത് ക്ലിയർ ആണോ? ബിക്കോസ് ഈ ഡോട്ട് ടെക്സ്റ്റ് ഈ ലൊക്കേറ്റേഴ്സ് എല്ലാം നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് അടുക്കുമ്പോഴെല്ലാം യൂസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെയും ചോദിക്കുന്നത്. ക്ലിയർ ആണോടാ? അഖിലേന്ദു, കൃഷ്ണകുമാർ, അനഘ, അലീന? ക്ലിയർ ആണ്. ഓക്കെ. താഴെ ടൈപ്പ് ചെയ്തടാ. മെസ്സേജ് ബോക്സ് ഡോട്ട് നിങ്ങൾ എന്താണോ ആ ടെക്സ്റ്റ് ബോക്സിന് കൊടുത്ത വേരിയബിൾ നെയിം, ആ വേരിയബിൾ നെയിം കൊടുക്കാം. ഡോട്ട് ക്ലിയർ. ടെക്സ്റ്റ് മെസ്സേജ് അല്ലടാ, നിങ്ങൾ എന്താണ് ടെക്സ്റ്റ് ബോക്സിന് കൊടുത്തത് അത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഏറ്റവും ആദ്യം എഴുതിയ എക്സ്പാത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം എഴുതിയ ലൊക്കേറ്റർ. ക്ലിയർ. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കോ എന്നാ. ഇപ്പൊ എന്താ ഡിഫറൻസ് വരുന്നതെന്ന് നോക്കി എന്നിട്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞ തവണ എക്സിക്യൂട്ട് ചെയ്തപ്പോ വരാ ടെക്സ്റ്റ് ബോക്സിൽ ഡാറ്റ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ അതിൽ ഡാറ്റ കാണുന്നുണ്ടോ? അതായത് ഒരു ടെക്സ്റ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എലമെന്റിൽ നിന്നോ ഡാറ്റയെ എനിക്ക് ക്ലിയർ ചെയ്യണമെന്ന് വിചാരിക്കുക. എൻ്റർ ചെയ്ത ഡാറ്റയെ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഡോട്ട് ക്ലിയർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോടാ? ഇത് എസ്പെഷ്യലി നമ്മൾ എപ്പോഴും മിക്കവാറും നമ്മൾ ടെക്സ്റ്റ് ബോക്സുകളുമായി അസോസിയേറ്റ് ചെയ്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലിയർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ ഞാൻ ഇപ്പൊ പറഞ്ഞത്? ഡൗട്ട്സ് ഉണ്ടോ? ഞാനിപ്പോ സെൻഡ് കീസ് പറഞ്ഞു, ക്ലിക്ക് പറഞ്ഞു, ടെക്സ്റ്റ് പറഞ്ഞു, ക്ലിയർ പറഞ്ഞു. അമ്മ വാങ്ങിയത് ക്ലിയർ. ഇത്രയും പറഞ്ഞു. ഇത്രയും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഡൗട്ട് ഉണ്ടോടാ? സെൻഡ് കീസ്, ക്ലിക്ക്, ടെക്സ്റ്റ്, ക്ലിയർ. ഈ 4 ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ ഫൈൻ. ഇനി അടുത്തത് താഴെ ടൈപ്പ് ചെയ്തേടാ. പ്രിന്റ് show button dot is underscore display. show button dot is underscore displayed. ഫംഗ്ഷൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ. ഈസ് അണ്ടർസ്കോർ ഡിസ്പ്ലേഡ് കഴിഞ്ഞ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഓക്കെ. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചടാ.
ക്ലിയർ കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് പോയിട്ടുണ്ടോ ലൈൻ നമ്പർ 18 ഡോട്ട് ക്ലിയർ യെസ് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് ഇപ്പൊ ട്രൂ എന്നുകൂടെ കിട്ടും ആൻസർ അതായത് ഒരു എലമെന്റ് ഡിസ്പ്ലേഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് അണ്ടർസ്കോർ ഡിസ്പ്ലേഡ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആണോടാ താഴെ കൊടുത്തേ അഗെയിൻ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം ഇത് സെയിം എലമെന്റ് ഡോട്ട് ഈസ് അണ്ടർസ്കോർ ഇനേബിൾഡ് ഇനേബിൾഡ് എന്ന് വെച്ചാൽ എന്താണ് ഡിസ്പ്ലേഡ് ആണ് ആൻഡ് ആക്സസിബിൾ ആണ് നമ്മൾ ചില വെബ് അപ്ലിക്കേഷൻസിൽ ചില എലമെന്റ്സ് കണ്ടിട്ടില്ലേ ഗ്രേഡ് ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റാത്ത കൈൻഡ് ഓഫ് എലമെന്റ്സിനെ കണ്ടിട്ടില്ലേ സോ അങ്ങനെ അല്ലാത്ത കൈൻഡ് ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അതായത് ഇനേബിൾഡ് ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണ് ഞാനിപ്പോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു എലമെന്റ് അത് ഡിസ്പ്ലേഡ് ആണോ എന്ന് ചെക്ക് ചെയ്തു നെക്സ്റ്റ് ഈസ് ഇനേബിൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു ക്ലിയർ ആണോടാ ഡിസ്പ്ലേഡും ഇനേബിൾഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് ചോദിക്കാറുള്ളതാണ് നോർമലി ക്ലിയർ ആണോ എനേബിൾഡ് എന്നൂടെ പറയാമോ എനേബിൾഡ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേഡ് ആണ് ആൻഡ് ആക്സസിബിൾ ആണ് അതായത് ഗ്രേഡ് ഔട്ട് അല്ല ഗ്രേഡ് ഔട്ട് ആവുക എങ്ങനെയാ നമ്മൾക്ക് ചില സൈറ്റ്സിൽ കയറുമ്പോൾ ചില റേഡിയോ ബട്ടൺസോ അല്ലെങ്കിൽ ചില ബട്ടൺസോ ഒക്കെ എന്ത് ചെയ്യും ഗ്രേഡ് ഒരു സെലക്ട് ചെയ്യാൻ പറ്റാത്ത ഫോർമാറ്റിൽ കിടക്കുന്നുണ്ടാവും എന്നാൽ യു ഐയിൽ ഉണ്ട് താനും അങ്ങനത്തെ എലമെന്റ്സ് കണ്ടിട്ടില്ലേ അതിനെ നമുക്ക് എന്താ പറയുക ഡിസേബിൾഡ് എലമെന്റ്സ് എന്ന് പറയാം ഇപ്പൊ ഈസ് അണ്ടർസ്കോർ ഇനേബിൾഡ് ട്രൂ റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴായിരിക്കും ഒരു എലമെന്റ് ഇനേബിൾഡ് ആവുമ്പോൾ അല്ലെങ്കിൽ ആക്സസിബിൾ ആണെങ്കിലാണ് ട്രൂ റിട്ടേൺ ചെയ്യുക അല്ലെങ്കിൽ അതെന്ത് റിട്ടേൺ ചെയ്യും ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യും മനസ്സിലായടാ മനസ്സിലായി ഓക്കെ ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ ട്രൂ റിട്ടേൺ ആയത് കണ്ടോ ഇത് തന്നെ ഏതെങ്കിലും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള എലമെന്റിലാണ് നമ്മൾ ഈസ് ഇനേബിൾഡ് ചെക്ക് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക ഫാൾസ് റിട്ടേൺ അതെ ക്ലിയർ ആണോടാ പറഞ്ഞത് ഓക്കെ സോ ഇതാണ് നമുക്ക് മോസ്റ്റ് ബേസിക് ആയി വരുന്ന വെബ് എലമെന്റ് കമാൻഡ്സ് ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ ഇല്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം റേഡിയോ ബട്ടൺസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം ഓക്കെ റേഡിയോ ബട്ടൺസിനെ അതുപോലെ ചെക്ക് ബോക്സസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഓക്കെ ഒരു കാര്യം ചെയ്യൂ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തേടാ
handling radio buttons. Yes. ഞാൻ URL തരാം. ആ URLിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. ആ URLിലേക്ക് ഒന്ന് നാവിഗേറ്റ് ചെയ്യൂ കേട്ടോ. ക്ലാസ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേടാ ഇതിലെന്തു. URL ആക്സസ് ചെയ്യാം നമുക്ക്. അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു റേഡിയോ ബട്ടനെ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, ആ URL ഒന്ന് ആക്സസ് ചെയ്തേടാ. ഇതില് ഏതെങ്കിലും ഒരു റേഡിയോ ബട്ടൺ, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, പേർപ്പിൾ, ഇതിലേതെങ്കിലും ഒരു റേഡിയോ ബട്ടനെ ഇൻസ്പെക്ട് ചെയ്യുക, ലൊക്കേറ്റ് ചെയ്യുക. ഇതിന് നമുക്ക് CSS സെലക്ടർ യൂസ് ചെയ്യാവോ? യൂസ് ചെയ്യാം. ഇതിലിപ്പം ടെക്സ്റ്റ് ആണോ എടുക്കേണ്ടത്? ഇതെന്താണ് കൊടുക്കേണ്ടത് ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി? എക്സ്പാത്ത് എഴുതിക്കോടാ. അതില് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽസ് റേഡിയോ, നെയിം ഈക്വൽസ് കളർ, വാല്യൂ ഈക്വൽസ് ഗ്രീൻ അല്ലേ? അതില് വാല്യൂ വെച്ചിട്ട് എഴുതാൻ പറ്റും. വാല്യൂ ആട്രിബ്യൂട്ടിനെ എടുത്തിട്ട് എക്സ്പാത്ത് എഴുതാം. വാല്യൂ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എഴുതാൻ പറ്റുമോ? വാല്യൂ എന്ന ആട്രിബ്യൂട്ട് വെച്ചിട്ട് എഴുതാം. ഇവിടെ വാല്യൂ ഒരു ആട്രിബ്യൂട്ട് അല്ലേ, വെച്ച് എഴുതാം.
സിംഗിൾ കോട്ട്സ് കൊടുത്തില്ലടാ? കൊടുത്ത് / input @value equals എന്തോ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലോ, നോക്കട്ടെ കേട്ടോ. ഒരു @ കുറവുണ്ട്. CS സെലക്ടർ ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫ്രണ്ടിലെ // കൂടെ അങ്ങ് റിമൂവ് ചെയ്യണം. ഓക്കെ. വേരിയബിളിനകത്ത് കൊടുക്കണോ? ഒരു വേരിയബിളിൽ കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, എല്ലാവരും ലൊക്കേറ്റർ എഴുതിയായിരുന്നോടാ? എഴുതി. താഴെ ടൈപ്പ് ചെയ്തോളൂ. നിങ്ങളിപ്പോ കൊടുത്ത വേരിയബിള് .click. റേഡിയോ ബട്ടനെ ക്ലിക്ക് ചെയ്യുമല്ലേ നമ്മൾ ചെയ്യുന്നേ? റേഡിയോ ബട്ടൺസിന്റെ ഹാൻഡിൽ ചെയ്യും നമ്മൾ ഏത് വെബ് എലമെന്റ് കമാൻഡാ യൂസ് ചെയ്യുക? ക്ലിക്ക് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഒന്ന് time.sleep കൊടുക്കുക, എന്നിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വെരിഫൈ റേഡിയോയ്ക്ക് മുന്നേ ഇൻവോക്ക് എന്തെങ്കിലും ഉണ്ടോടാ? ഐ സ്മോൾ എടുത്തു. അച്ഛങ്ങോട്ട് വരും. ഇത് നോക്ക്, ആന്റി എന്താ ചെയ്യുന്നത്? ക്ലിയർ ആണോടാ? ഇത് ഈ ചെക്ക് ബോക്സും ഇവിടുത്തെ ഈ റേഡിയോ ബട്ടൺ നേരത്തെ സെലക്ടഡ് ആയിരുന്നോ? ആയിരുന്നു. അത് ഡിഫോൾട്ട് സെലക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇന്നെടുത്ത പോർഷൻസ് നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നാളെ ചോദിക്കാം കേട്ടോ. നാളെ ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യത്തില്ല. ഓക്കെ, റെക്കോർഡിംഗ് തരാം കേട്ടോ. ഓക്കെ, ഓക്കേടാ, താങ്ക് യു. താങ്ക് യു. Thank you.